ആറ്റുകാൽ ജ്യോതിശാസ്ത്രം പരിപാടിയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. (2025) ഫെബ്രുവരി മാസം 16 മുതൽ 22 വരെയുള്ള വാരഫലമാണ് ഇപ്പോൾ ചിന്തിക്കുന്നത്. മേടരാശി. അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 ആഴ്ച ചേരുന്ന 2.25 നക്ഷത്രമാണ് മേടരാശി. മേടരാശിക്കാർക്ക് ഈ വാരം സഹോദര സ്ഥാനീയരുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങളോ കലഹങ്ങളോ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഗൃഹവാഹനാദി ഗുണം ഈ വാരത്ത് പ്രതീക്ഷിക്കാം. മാതൃഗുണം ഈ വാരത്തിലുണ്ടാവും. മാതാവിന് മാതൃബന്ധുക്കൾക്ക് അല്പമാത്ര അരിഷ്ടതകളോ ബുദ്ധിമുട്ടോ പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും. ദാമ്പത്യ സുഖം ഈ വാരത്തിലുണ്ടാവും. കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും. ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നടക്കും. ഉന്നത വിദ്യയ്ക്ക് ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാവും. മനസ്സിന് സമാധാനവും സന്തോഷമൊക്കെ ലഭിക്കാൻ സാധ്യതയുണ്ട്. ഇടവരാശി. കാർത്തിക മുക്കാലും രോഹിണിയും മകയിരത്തിൻ്റെ ആദ്യത്തെ 30 നാഴികയും കൂടെ ചേരുന്ന 2.25 നക്ഷത്രമാണ് ഇടവരാശി. ഇടവരാശിക്കാർക്ക് ഈ വാരം മനസ്സമാധാനക്കുറവുകളും വിഷമങ്ങളും അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. ചെലവുകൾ വർദ്ധിക്കും. മുൻകോപം പിടിവാശി കഴിയുന്ന കുറയ്ക്കണം. സംസാരം നിയന്ത്രിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. സഹോദര സ്ഥാനീയരുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങളോ കലഹങ്ങളോ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. എല്ലാം തുറന്നു പറയുന്ന സ്വഭാവം ശത്രുക്കൾ വർദ്ധിക്കാനുള്ള ഇടവരും. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. സംസാരം കഴിയുന്ന നിയന്ത്രിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സന്താന ഗുണം ഈ വാരത്തിലുണ്ടാവും. ഭാഗ്യപുഷ്ടി അനുഭവപ്പെടും. കർമ്മസംബന്ധമായിട്ട് പലവിധത്തിലുള്ള പ്രയാസങ്ങളും വിഷമങ്ങളും ഇടയ്ക്കിടയ്ക്ക് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. കൂട്ടു ബിസിനസ്സിന് അത്ര അനുകൂലമായിട്ടുള്ള സമയമല്ല. ശനിപ്രതി വരുത്തുക. നീല വസ്ത്രം കൂടുതലായിട്ട് ഉപയോഗിക്കുക. ദോഷങ്ങളൊക്കെ മാറി ഐശ്വര്യം ഉണ്ടാവും. മിഥുനരാശി. മകയിരത്തിൻ്റെ അവസാനത്തെ 30 നാഴികയും തിരുവാതിരയും പുണർത്തിൻ്റെ മുക്കാലും കൂടെ ചേരുന്ന 2.25 നക്ഷത്രമാണ് മിഥുനരാശി. മിഥുനരാശിക്കാർക്ക് ഈ വാരം പൊതുവെ ദാമ്പത്യ കലഹങ്ങളും വിരഹവും മുൻകോപവും വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സാമ്പത്തിക നേട്ടം ഈ വാരത്തിൽ അനുഭവപ്പെടും. എടുത്തിയായിട്ട് മുൻകോപം കഴിയുന്ന കുറയ്ക്കുന്നത് നന്നായിരിക്കും. കൂട്ടുകെട്ട് പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. തൊഴിൽപരമായിട്ടുള്ള നേട്ടങ്ങൾ ഈ വാരത്തിലുണ്ടാകും. സഹോദരാദി ഗുണം പ്രതീക്ഷിക്കാം. മാതൃഗുണവും മാതൃസമ്പത്ത് ലഭിക്കും. ഭാഗ്യപുഷ്ടി അനുഭവപ്പെടും. പൊതുവെ ഈ വാരം നന്നായിരിക്കും. കർക്കിടരാശി. പുണർത്തിൻ്റെ അവസാനത്തെ 15 നാഴികയും പൂയവും ആയില്യവും കൂടെ ചേരുന്ന 2.25 നക്ഷത്രമാണ് കർക്കിടരാശി. കർക്കിടരാശിക്കാർക്ക് ഈ വാരം സഹോദര സ്ഥാനീയരുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങളോ കലഹങ്ങളോ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ആരോഗ്യപരമായിട്ട് അത്ര നല്ല സമയമല്ല. ചെറിയ ശാരീരിക ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും യാത്രാക്ലേശങ്ങളും മനസ്സമാധാനക്കുറവും അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും. ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളും വിജയസാധ്യതയുണ്ടാവും. പുണ്യക്ഷേത്രങ്ങളൊക്കെ സന്ദർശിക്കാനിട വരും. പൊതുവെ ഈ വാരം നന്നായിരിക്കും. നെഞ്ചുവേദന, ചുമ, കഫക്കെട്ട് തുടങ്ങി ശാരീരിക അസ്വസ്ഥതകളോ ബുദ്ധിമുട്ടോ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ചിങ്ങരാശി. മകം, പൂരം, ഉത്ര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 ആഴ്ച ചേരുന്ന 2.25 നക്ഷത്രമാണ് ചിങ്ങരാശി. ചിങ്ങരാശിക്കാർക്ക് ഈ വാരം ചെലവുകൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും. സന്താന ഗുണം പ്രതീക്ഷിക്കാം. സഹോദരാദി ഗുണം ഈ വാരത്തിലുണ്ടാവും. ഉന്നത വിദ്യയ്ക്ക് ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാവും. ഉദര സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. മറ്റുള്ളവരിൽ നിന്ന് എന്തെങ്കിലും സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങളൊക്കെ കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പൊതുവെ ഈ വാരം ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലം പ്രതീക്ഷിക്കാം. കന്നിരാശി. ഉത്രത്തിൻ്റെ മുക്കാലും അത്തവും ചിത്തിരയുടെ ആദ്യത്തെ 30 നാഴിയും കൂടെ ചേരുന്ന 2.25 നക്ഷത്രമാണ് കന്നിരാശി. കന്നിരാശിക്ക് പൊതുവെ ഈ വാരം ദാമ്പത്യപരമായിട്ട് ചെറിയ ചെറിയ സൗന്ദര്യ പിണക്കങ്ങളോ പ്രയാസങ്ങളോ കലഹങ്ങളോ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കലാപരമായി ബന്ധപ്പെട്ട് തൊഴിൽ ചെയ്യുന്നവർക്ക് ഈ വാരം നന്നായിരിക്കും. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പൊതുവെ നല്ലതാണ്. തൊഴിൽപരമായിട്ടുള്ള ഉയർച്ചകളൊക്കെ ഉണ്ടാവും. ഭാഗ്യപുഷ്ടി അനുഭവപ്പെടും. ഉന്നത വിദ്യയ്ക്ക് ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാവും. പിടിവാശി മുൻകോപവും കഴിയുന്നത് കുറയ്ക്കുന്നത് വളരെ നന്നായിരിക്കും. ദോഷങ്ങളൊക്കെ മാറിക്കിട്ടാൻ സർപ്പപ്രീതി വരുത്തുന്നത് വളരെ നല്ലതാണ്. തുലാം രാശി. ചിത്തിര അവസാനത്തെ 30 നാഴികയും ചോദ്യവും വിശാഖത്തിൻ്റെ മുക്കാലും കൂടെ ചേരുന്ന 2.25 നക്ഷത്രമാണ് തുലാം രാശി. തുലാരാശിക്കാർക്ക് പൊതുവെ ഈ വാരം ആരോഗ്യപരമായിട്ട് അത്ര നല്ല സമയമല്ല.
ഉദര സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്കെല്ലാം സാധ്യത വളരെ കൂടുതലാണ്. ദാമ്പത്യ സുഖം പ്രതീക്ഷിക്കാം. ആഗ്രഹ സാഫല്യം ഉണ്ടാവും. പിതൃഗുണവും പിതൃസമ്പത്ത് ലഭിക്കും. സഹോദര സ്ഥാനീയരുമായിട്ട് അഭിപ്രായ വ്യത്യാസം വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും. ധനപരമായിട്ട് കുറച്ചൊക്കെ നേട്ടം പ്രതീക്ഷിക്കാം. പല കാര്യങ്ങളിലും ഉദ്ദേശിക്കുന്ന കാര്യങ്ങളിലൊക്കെ ചെറിയ തടസ്സം ഉണ്ടായാലും കാര്യങ്ങളൊക്കെ നടക്കാൻ സാധ്യതയുണ്ട്. പൊതുവേ മനസ്സിന് അസ്വസ്ഥതകളോ ബുദ്ധിമുട്ടോ പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം പൂർണ്ണമായിട്ട് ഒഴിവാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പരിഹരിക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ആണെങ്കിൽ പരിഹരിച്ചു പോവുക. പരിഹരിക്കാൻ പറ്റാത്തതൊക്കെ ആണെങ്കിൽ നിസ്സാരമായിട്ട് തള്ളിക്കളയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതിനെ ആലോചിച്ച് വിഷമിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. വൃശ്ചികരാശി വിശാഖത്തിൻ്റെ അവസാനത്തെ 15 നാഴികയും അനിഴവും തൃക്കേട്ടയും കൂടെ ചേരുന്ന 2.25 നക്ഷത്രമാണ് വൃശ്ചികരാശി. വൃശ്ചികരാശിക്കാർക്ക് പൊതുവെ ഈ വാരം സാമ്പത്തിക നേട്ടങ്ങളും മനസമാധാനവും സന്തോഷം ലഭിക്കും. ആഗ്രഹ സാഫല്യം ഉണ്ടാവും. വളരെ നാളുകളായിട്ട് വീട് വാങ്ങിക്കാനോ വാഹനം വാങ്ങിക്കാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാവും. സന്താന ഗുണം പ്രതീക്ഷിക്കാം. ഉന്നത വിദ്യയ്ക്ക് ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാവും. കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും. ധനപരമായിട്ടുള്ള ഉയർച്ചകളുണ്ടാവും. പൊതുവെ നോക്കിക്കഴിഞ്ഞാൽ ഈ വാരം മനസമാധാനവും സന്തോഷവും ദാമ്പത്യ സുഖവും നിറഞ്ഞ നല്ലൊരു വാരമായിട്ട് കണക്കൂട്ടാം. ധനുരാശി മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ ആദ്യത്തെ 15 നാഴി ചേരുന്ന 2.25 നക്ഷത്രമാണ് ധനുരാശി. ധനുരാശിക്കാർക്ക് ഈ വാരം മുൻകോപം പിടിവാശിയും കഴിയുന്നതും കുറയ്ക്കുന്നതും നന്നായിരിക്കും. പൊതുവെ മാതൃഗുണവും മാതൃസമ്പത്ത് ലഭിക്കും. ഭാഗ്യപുഷ്ടി അനുഭവപ്പെടും. മാതൃവർഗ ദുരിതം ഈ വാരത്തിൽ പ്രതീക്ഷിക്കാം. പിതാവിനും പിതൃബന്ധുക്കൾക്ക് അരിഷ്ടതയൊക്കെ ഉണ്ടാവും. കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും. മനസ്സിന് സമാധാനവും സന്തോഷമൊക്കെ ലഭിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ തന്നെയാണ് സ്വയം മനസ്സമാധാനവും സന്തോഷമൊക്കെ കണ്ടെത്തേണ്ടത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സമയദോഷം വരുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. നമ്മുടെ മനസ്സിന് സന്തോഷം തരുന്ന വാർത്തകളൊക്കെ കേൾക്കേണ്ടതും അല്ലെങ്കിൽ ശ്രമിക്കേണ്ടതും. ഏതെങ്കിലും ദുഃഖം പിടിച്ച വാർത്തകൾ കേൾക്കുകയോ ഏതെങ്കിലും വിധത്തിൽ ദുഃഖമുള്ള കാര്യങ്ങൾ ചിന്തിക്കുകയോ പ്രവർത്തിക്കുകയോ മനസ്സിനെ അസ്വസ്ഥതമാക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പലർക്കും രോഗങ്ങളൊക്കെ വർദ്ധിക്കുന്നതിൻ്റെ പ്രധാന കാരണം മനസ്സിന് സമാധാനവും സ്വസ്ഥതയില്ലാത്തതാണ്. ആവശ്യമില്ലാത്ത ചിന്തകളും ആവശ്യമില്ലാത്ത കാര്യങ്ങളും വലിച്ചഴച്ച് കൊണ്ട് ഭാണ്ഡക്കെട്ട് പോലെ കൊണ്ടു നടന്ന് ടെൻഷൻ അടിക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട രോഗം. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. ഇന്നത്തെ രോഗമെന്ന് പറയുന്നത് മാനസികമായിട്ടുള്ള അസ്വസ്ഥതകൾ നിറഞ്ഞ രോഗമാണ്. അതിൽ നിന്നുണ്ടാകുന്ന രോഗമാണ് കൂടുതലും വരുന്നത്. അല്ലാതെ ആഹാരം കഴിക്കുന്നതുകൊണ്ടുള്ള രോഗമല്ല. പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് പല ചിന്തകളാണ്. ജോലി കിട്ടിയില്ല, സ്ഥലം മാറ്റം കിട്ടിയില്ല, കുട്ടികളൊക്കെ വിവാഹം കഴിപ്പിച്ച് അയച്ചിട്ടില്ല, അല്ലെങ്കിൽ കുട്ടികളുടെ കാര്യത്തിൽ എന്തെങ്കിലും നേട്ടങ്ങളുണ്ടായില്ല, അവരുടെ വിവാഹം നടന്നിട്ടില്ല, അവർക്ക് സന്താനങ്ങളായിട്ടില്ല, അവർക്ക് വീട് വച്ചിട്ടില്ല. ഇങ്ങനെ ഓരോരോ കാര്യങ്ങളിൽ നമ്മൾ ആലോചിച്ച് ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ അമിതമായിട്ടുള്ള ചിന്തകളാണ് കൂടുതലും രോഗങ്ങൾ വരുത്തി വയ്ക്കുന്നത്. വരുമ്പോൾ എല്ലാം വരട്ടെ എന്ന് കാണുന്നതാണെങ്കിൽ വളരെ നിസ്സാരമായിട്ടെല്ലാം തള്ളിക്കളയാനേ ഉള്ളൂ. കാരണം നമ്മൾ ചിന്തിച്ചുകൊണ്ടോ പ്രവർത്തിച്ചുകൊണ്ടോ നമ്മളെ കടം തീരാനോ പ്രവൃത്തികളിൽ മാറ്റം വരുത്താനോ യാതൊരു വിധത്തിലും മാറ്റം വരില്ല. അതിനൊക്കെ ഒരു സമയം പ്രത്യേകിച്ചുണ്ടാവും. ജീവിതം എന്ന് പറയുന്നത് അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളിലും വളരെ ശ്രദ്ധിക്കുക. സമാധാനത്തോടുകൂടി മുൻകോപം പിടിവാശി കഴിയുന്ന കുറച്ച് ആഗ്രഹങ്ങളെല്ലാം കുറച്ച്, നമ്മുടെ ആഗ്രഹങ്ങളാണ് ഏറ്റവും പ്രധാനം, ആഗ്രഹങ്ങളെല്ലാം കുറച്ച് സമാധാനത്തോടുകൂടി മുമ്പോട്ട് പോകാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഏറ്റവും മനസ്സമാധാനം കിട്ടും. രോഗങ്ങളും കഷ്ടങ്ങളും ദുരിതങ്ങളെല്ലാം പൂർണ്ണമായിട്ട് മാറിക്കിട്ടും. പൊതുവേ ഈ വാരം നന്നായിരിക്കും. മകരരാശി ഉത്രാടത്തിൻ്റെ മുക്കാലും തിരുവോണം അവിട്ടത്തിൻ്റെ ആദ്യത്തെ 30 നാഴിയും കൂടെ ചേരുന്ന 2.25 നക്ഷത്രമാണ് മകരരാശി. മകരരാശിക്കാർക്ക് ഏഴരശനിയുടെ അവസാന ഘട്ടമാണ്. പല വിധത്തിലുള്ള പ്രയാസങ്ങളും വിഷമങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് അനുഭവപ്പെട്ടെന്ന് വരാം. സാമ്പത്തിക ഇടപാടുകളിലൊക്കെ വളരെ ശ്രദ്ധിക്കണം. മാതൃഗുണവും മാതൃസമ്പത്ത് ലഭിക്കും. ഭാഗ്യപുഷ്ടി അനുഭവപ്പെടും. ബന്ധുജന വിരോധം അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും. ശത്രുക്കൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. ഉന്നത വിദ്യയ്ക്ക് ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാവും. മനസ്സിന് സമാധാനവും സന്തോഷമൊക്കെ ലഭിക്കാൻ സാധ്യതയുണ്ട്. ഒരു ഈ വാരം നന്നായിരിക്കും. കുംഭരാശി അവിട്ടത്തിൻ്റെ അവസാനത്തെ 30 നാഴികയും ചതയവും പൂരിട്ടായുടെ മുക്കാലും കൂടെ ചേരുന്ന 2.25 നക്ഷത്രമാണ് കുംഭരാശി. കുംഭരാശിക്കാർക്ക് പൊതുവെ ഈ വാരം മനസ്സിന് ഇടയ്ക്ക് സമാധാനക്കുറവോ വിഷമങ്ങളൊക്കെ അനുഭവപ്പെടും. സന്താനങ്ങളാൽ മനസ്സമാധാനക്കുറവ് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. സന്താനങ്ങളുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങളോ ബുദ്ധിമുട്ടോ വിഷമങ്ങളൊക്കെ അനുഭവപ്പെടാൻ സാധ്യത വളരെ കൂടുതലാണ്. ധനപരമായിട്ട് ഈ വാരം നന്നായിരിക്കും. ഗൃഹവാഹനമായ സൗഖ്യം പ്രതീക്ഷിക്കാം.
ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, കണ്ടത്തിന് മുകളിലോട്ടുള്ള അസുഖങ്ങൾ, കാലുവേദന, നടുവേദനയൊക്കെ ഉണ്ടാവാം. ചെറിയ പ്രായമുള്ളവരൊക്കെ ആണെങ്കിൽ വാദസംബന്ധമായിട്ടുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കലാപരമായി ബന്ധപ്പെട്ട് തൊഴിൽ ചെയ്യുന്നവർക്ക് പുതിയ അവസരങ്ങൾ ലഭിക്കും. എല്ലാ കാര്യങ്ങളിലും മുൻകൂട്ടി ആലോചിച്ച ശേഷം മാത്രം തീരുമാനങ്ങൾ എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സാമ്പത്തിക ഇടപാട് ശ്രദ്ധിക്കുക. കടം വർദ്ധിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. എല്ലാ കാര്യങ്ങളിലും എന്തെങ്കിലും ബുദ്ധിമുട്ടോ പ്രയാസങ്ങളൊക്കെ വരുമ്പോൾ നിസ്സാരമായിട്ട് തള്ളിക്കളയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. വളരെയധികം ആലോചിച്ച ശേഷം മാത്രം സാമ്പത്തിക ഇടപാടുകൾ ഇടപെടാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പുതിയ വാരം നന്നായിരിക്കും. മീനൻ രാശി. പൂരിട്ടായുടെ അവസാനത്തെ 15 കഴിഞ്ഞ് ഉത്രട്ടാതി രേവതിയും കൂടെ ചേരുന്ന 2.25 നക്ഷത്രമാണ് മീനൻ രാശി. മീനൻ രാശിക്കാർക്ക് പൊതുവെ കലാപരമായി ബന്ധപ്പെട്ട് തൊഴിൽ ചെയ്യുന്നവർക്ക് അവസരം നന്നായിരിക്കും. സാമ്പത്തിക നേട്ടം പ്രതീക്ഷിക്കാം. സഹോദരാദി ഗുണം ഈ വാരത്തിലുണ്ടാവും. മാതാവിനോ മാതൃബന്ധുക്കൾക്കോ അരിഷ്ടത ഉണ്ടാവും. മാതാവുമായിട്ട് അഭിപ്രായ വ്യത്യാസം വരാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഭൂമി സംബന്ധമായിട്ടോ അതിർത്തി തർക്കങ്ങളോ കേസോ വഴക്കോ കലഹങ്ങളോ ഒക്കെ ഉണ്ടാവാം. വാഹന സംബന്ധമായിട്ട് ചിലവുകൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. ഏതെങ്കിലും വിധത്തിൽ ബന്ധുജന വിരോധം ഈ വാരത്തിലുണ്ടാകാം. ഭൂമി സംബന്ധമായിട്ടുള്ള ക്രയവിക്രയത്തിന് അനുകൂലമായിട്ടുള്ള സമയമല്ല. വളരെ ആലോചിച്ച ശേഷം മാത്രം, പണം കിട്ടിയ ശേഷം മാത്രം ഭൂമി കൈമാറ്റത്തിന് വളരെയധികം ശ്രദ്ധിക്കേണ്ട സമയമാണ്. ഏതെങ്കിലും വിധത്തിൽ ബുദ്ധിമുട്ടോ പ്രയാസങ്ങളോ അസ്വസ്ഥതകളോ അനുഭവപ്പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഭൂമിക്ക് അഡ്വാൻസ് എല്ലാം കൊടുക്കുകയാണെങ്കിൽ വളരെ നോക്കി ആലോചിച്ച ശേഷം മാത്രം വസ്തു വാങ്ങിക്കാനും എല്ലാം ആലോചിച്ച ശേഷം മാത്രം തീരുമാനങ്ങൾ എടുക്കുക. ചിലപ്പോൾ ആരെങ്കിലും ബ്രോക്കർമാർ തന്നെ മുതലാളിമാരായിട്ട് വന്നിട്ട് വസ്തു വാങ്ങിക്കുക, സ്വന്തം വസ്തുവാണെന്ന് പറഞ്ഞ് ഒപ്പിട്ട് വാങ്ങിക്കുന്നവർ, കള്ള ഒപ്പിട്ട് വാങ്ങിച്ച് ചിലപ്പോൾ അഡ്വാൻസ് വാങ്ങിക്കുന്നവർ ധാരാളം പേരുണ്ട്. അങ്ങനെ പലർക്കും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അത് വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കൃത്യമായിട്ടും വസ്തു വാങ്ങിക്കുമ്പോൾ ഉടമസ്ഥനിൽ നിന്നാണോ വീട് വാങ്ങിക്കുന്നത് അല്ലെങ്കിൽ സ്ഥലം വാങ്ങിക്കുന്നത്, അവർ വളരെ നല്ലവരാണോ, ഏതെങ്കിലും വിധത്തിൽ പറ്റിക്കാൻ സാധ്യതയുണ്ടോ എന്നൊക്കെ ആലോചിച്ച ശേഷം മാത്രം തീരുമാനം എടുക്കുക. വസ്തു വാങ്ങിക്കുമ്പോൾ അഡ്വാൻസായിട്ട് വളരെ ചെറിയ തുക കൊടുക്കുകയും പൂർണ്ണമായിട്ടും വസ്തു എഴുതി കിട്ടിയതിന് ശേഷം മാത്രം പൂർണ്ണമായിട്ടും തുക കൈമാറാനും പ്രത്യേകം ശ്രദ്ധിക്കുക. പലർക്കും 10-15 ലക്ഷം വാങ്ങിച്ചിട്ട് അത് തിരിച്ചു കൊടുക്കാത്ത ധാരാളം പേരുണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. ഭൂമി സംബന്ധമായിട്ടുള്ള ഏതെങ്കിലും വിധത്തിൽ കബളിപ്പിക്കപ്പെടാൻ സാധ്യത ഈ വാരത്തിൽ കൂടുതലാണ്. ഈ ആഴ്ചത്തെ വാലപരം ഇവിടെ അവസാനിക്കുന്നു. വീണ്ടും അടുത്ത ആഴ്ച കാണാം. കത്തുകൾ അയക്കേണ്ട വിലാസം: ഡോക്ടർ ആറ്റുകാൽ രാധാകൃഷ്ണൻ, രമാ ജ്യോതിഷാലയം, മണക്കാട് BO, തിരുവനന്തപുരം 9. നേരിൽ വരാൻ കഴിയാത്തവർ ഫോൺ ചെയ്യുക. ഫോൺ നമ്പർ, മൊബൈൽ നമ്പർ 9447471711.